ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവിക വിടുതലുകളെയും ദൈവം നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങളെയും അനുഭവിക്കുവാൻ കഴിയാതെ ബന്ധനസ്ഥരായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ ദൈവസന്നിധിയിലാണെങ്കിലും ദൈവഗൃഹത്തിലെ അംഗങ്ങളാണെങ്കിലും പല സമയങ്ങളിലും നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നില്ല, ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല? അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തിമത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഉടമസ്ഥൻ്റെ കയ്യിൽ മാനപാത്രമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുക. ഈ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവവചന പഠനത്തിങ്കിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശനം തന്ന ആഴമേറിയ ആത്മീക അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തന്നെത്താൻ വെടിപ്പാക്കുക. 4 കാര്യങ്ങളിൽ നിന്നാണ് വെടിപ്പാക്കേണ്ടുന്നത്. അതിൽ ഒന്നാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തമ്പനയിലിൽ കണ്ട യൗവന മോഹങ്ങൾ. ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നാലെ ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. തന്നെത്താൻ വെടിപ്പാക്കുക. നമ്മൾ പറയുന്നത് ദൈവം എന്നെ വെടിപ്പാക്കട്ടെ, യേശുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിക്കട്ടെ, അതൊക്കെ സത്യമാണ്. പക്ഷേ ദൈവകരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, ഒരു മാനപാത്രമായി തീരണമെങ്കിൽ, മാനപാത്രം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളറിയാതെ പല സമയങ്ങളിലും ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന ധാരാളം മേഖലകളുണ്ടാകും. സത്യത്തിൽ ദൈവത്തിന് വേണ്ടിയൊക്കെ അതിശക്തമായി ഉപയോഗിക്കപ്പെടേണ്ട, പ്രയോജനപ്പെടേണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരെല്ലാം പല പല വിഷയങ്ങളിൽ അവരറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവരെല്ലാം വളരെ പെട്ടെന്ന് പുറത്തു വരും. പക്ഷേ യജമാനനായ കർത്താവിൻ്റെ കൈകളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചിലതിനെ വെടിപ്പാക്കിയാലേ പറ്റത്തുള്ളൂ. ഞാൻ ആ വാക്യങ്ങളുടെ 2-3 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നിങ്ങളോട് പറയാം. അത് പറയുന്നത് ഇതൊന്ന് വ്യക്തമാകാനും ഇതൊന്ന് മനസ്സിലാക്കാനുമാണ്. ഈ തന്നെത്താൻ വെടിപ്പാക്കുക എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മളവിടെ കാണുന്നത്. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വാക്യം 21-ാമത്തെ വാക്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നിലെ വാക്യത്തിലേക്ക് പോകണം. ഒരു വീട്ടിൽ വിലയേറിയതും വില കുറഞ്ഞതുമായ ഉപകരണങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. അവിടെ പറയുന്നുണ്ട് പൊന്ന്, വെള്ളി, മരം, കളിമണ്ണ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ട് ചിലതിനെ മാന്യകാര്യത്തിനും ചിലതിനെ ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു വീട്ടിലെ കാര്യമാണ് പറയുന്നത്. അതായത് ഇത് പുറത്തുള്ളവരോടല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേട്ട, ദൈവം ഉപയോഗിക്കേണ്ട, ദൈവത്തിന് പദ്ധതിയുള്ള ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആ പദ്ധതികൾ അവരിൽ നിവർത്തിക്കപ്പെടാതെ പോകുന്നു, അല്ലെങ്കിൽ പലരിലും അത് നിവർത്തിക്കപ്പെടാതെ അത് പോകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മൾ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഏതെങ്കിലും മേഖലകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക, അവിടെ ക്ലിയർ ആകുക, അവിടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ വളരെ വേഗം പരിശുദ്ധാത്മശക്തി നമ്മളിൽ വ്യാപരിക്കുന്നതും നമ്മൾ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം മാന്യകാര്യത്തിനും ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ട് അകലുക. അത് ഇംഗ്ലീഷ് ബൈബിളിലെ ട്രാൻസ്ലേഷനുകളിൽ ഒന്ന് പറയുന്നത്, ഇഫ് എനി വൺ ക്ലെൻസസ് ഹിംസെൽഫ് ഓഫ് വാട്ട് ഈസ് അൺഫിറ്റ്. അതായത് ദൈവം മുമ്പിൽ അൺഫിറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടകലുക എന്നുള്ളതാണ്. മറ്റൊരിടത്ത് വാട്ട് ഈസ് ഡിസ്ഹോണറബിൾ, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം വെറുക്കുന്ന അല്ലെങ്കിൽ ഡിസോണറബിളായിട്ടുള്ള കാര്യങ്ങളെ വിട്ട് അകലുക. ഞാനതിൻ്റെ 2 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയൊക്കെ ഒന്ന് അടുക്കി പറക്കുമ്പോൾ കുറേ പഴയ പാത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ആ പാത്രങ്ങളെല്ലാം നേരെ ആക്രിക്കടയിലേക്ക് കൊണ്ടുപോയി. അപ്പം ആ പാത്രങ്ങൾ കൊണ്ട് പോകുമ്പം എൻ്റെ ഒരു മനസ്സിൽ, ഞാൻ ഈ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവ് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഈ പാത്രങ്ങളെല്ലാം ഒരു കാലത്ത് വീട്ടിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന പാത്രങ്ങളായിരുന്നു. ചില പാത്രങ്ങൾ തീന്മേശയിലേക്ക് എത്തി, ചില പാത്രങ്ങൾ അടുക്കളയിലെ പ്രധാനപ്പെട്ട പാത്രങ്ങളായിരുന്നു. പക്ഷേ എന്തു പറ്റി? ആ പാത്രങ്ങൾ പഴക്കം കൊണ്ട് ക്ലാവ് പിടിച്ച് തിളക്കം നഷ്ടപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി കഴിഞ്ഞപ്പോൾ ആ പാത്രങ്ങളെയെല്ലാം എടുത്തു മാറ്റിവെച്ച് പുതിയ പാത്രങ്ങൾ തൽസ്ഥാനത്തേക്ക് എത്തി. ഈ പാത്രങ്ങളെ സ്ക്രാപ്പിലേക്ക് വിട്ടു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ ഒരു കാലങ്ങളിൽ നന്നായി തിളങ്ങിയിരുന്നവർ, ദൈവത്തിൻ്റെ കരങ്ങളിൽ മാനപാത്രമായി ഉപയോഗിക്കപ്പെട്ടവർ, അവരുടെ തിളക്കം നഷ്ടപ്പെട്ടപ്പോൾ, അവർ അൺഫിറ്റായപ്പോൾ കർത്താവിന് അവരെ പിന്നിലേക്ക് മാറ്റിയിടേണ്ടതായിട്ട് വന്നു. സ്ക്രാപ്പിലേക്ക് വിട്ടിട്ടില്ല. അത് ദൈവസ്നേഹത്തിൻ്റെ ഭാഗമാണ്. സ്ക്രാപ്പിലേക്കായിരുന്നെങ്കിൽ നമ്മളൊക്കെ തന്നെ കാണുമോ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളെയൊന്നും സ്ക്രാപ്പിലേക്കാക്കാതെ ഒന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. എന്തിനാ? ദൈവവചനത്താൽ നമ്മളൊന്ന് ശുദ്ധീകരിക്കപ്പെട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് തന്നെത്താൻ വെടിപ്പാക്കുക. ഈ തിരുമേശയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണല്ലോ. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. അപ്പം ഇവിടെ അതുമായിട്ട് തന്നെ ചേർന്ന് പോകുന്ന മറ്റൊരു ഭാഗം തന്നെയാണിത്. ശ്രദ്ധിക്കുക, തന്നെത്താൻ വെടിപ്പാക്കുക. എന്താണ് ഈ തന്നെത്താൻ വെടിപ്പാക്കുക എന്ന് പറയുന്നത്? സത്യത്തിൽ തന്നെത്താൻ വെടിപ്പാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ കഴുകാറുണ്ട്, നമ്മുടെ മുറി നമ്മൾ തുടയ്ക്കാറുണ്ട്, നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കാറുണ്ട്. അത് എന്തിനാണ്? ആ അശുദ്ധികളെല്ലാം നീക്കി ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകാനായിട്ട് നമ്മളത് ചെയ്യുന്നത് പോലെ ആത്മീക ജീവിതത്തിലും ദൈവസന്നിധിയിൽ തന്നെത്താൻ വെടിപ്പാക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ വെടിപ്പാക്കേണ്ടുന്നത് പുറത്തുള്ള ആളുകളാണ്. ഒരിക്കലുമല്ല. സത്യത്തിൽ ഈ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് തിമത്തിയോസ് എന്ന് പറയുന്ന എഫെസോ സഭയുടെ ഒരു മേലധ്യക്ഷനായിരുന്നു, ഒരു പരമോന്നത ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹത്തോടാണ് പറയുന്നത് യൗവനമോഹത്തെ വിട്ട് ഓടണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വർഷങ്ങൾ കൊണ്ട് ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതല്ല. ചിലപ്പോൾ 20, 25 പരമ്പരാഗതമായിട്ടുമൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ പാതകളിലായിരിക്കാം, അല്ലെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പക്ഷേ നമ്മളുടെ തിളക്കവും നമ്മുടെ ഗുണവുമൊക്കെ ചില മേഖലകളിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റാതായി പോകുന്നു. പലപ്പോഴും പാപം നമ്മളെ ബന്ധനസ്ഥരാക്കി കളഞ്ഞ് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണം ഇത്തരത്തിലുള്ള യൗവനമോഹങ്ങളും പാപത്തിൻ്റെ സ്വഭാവങ്ങളുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എത്ര കരഞ്ഞ് നിലവിളിച്ചാലും, നമ്മൾ എത്ര അപേക്ഷിച്ചാലും പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മൾ പല സമയത്തും ഈ ശബ്ദത്തെ നമ്മൾ അവഗണിക്കും, അതിനെ നമ്മൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ഇതൊക്കെ മനുഷ്യ സഹജമല്ലേ, മാനുഷികമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറത്തില്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടത്തില്ല. ഒരു സാധാരണ നിലയിലുള്ള ഒരു വ്യക്തി എന്നതുപോലെ കുറച്ചൊക്കെ ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോവുക എന്നൊക്കെ പറഞ്ഞതുപോലെ തട്ടിമുട്ടി ജീവിതം മുമ്പോട്ട് പോകും. അതിനല്ലല്ലോ ദൈവം നമ്മളെ വിളിച്ചത്. അപ്പം ഞാൻ ആ വാക്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വന്നിട്ട് ഈ ബന്ധനസ്ഥരാക്കുന്ന അല്ലെങ്കിൽ വിട്ടുകളയേണ്ടുന്ന 4 കാര്യങ്ങൾ വളരെ വേഗം പറയുകയാണ്. മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ വീഡിയോകളുടെ ഭാഗങ്ങളിൽ ഇതൊക്കെ ഉൾപ്പെടുത്താം. എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ. അതിന് നമ്മൾ ആദ്യം ഈ വാക്യത്തെ മനസ്സിലാക്കണം. ഈ വാക്യം ഒരിക്കൽ കൂടി മനസ്സിൽ കരുതിയിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. 2 തിമത്തിയോസ് 2:21. അപ്പം ആ വാക്യത്തിൻ്റെ മലയാളം കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു. മലയാളത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ വാക്യമെന്ന് പറയുന്നത്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥൻ്റെ കയ്യിൽ നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രവുമായിരിക്കും. വെസൽ ഓഫ് ഗ്ലോറി എന്നാണ്, അല്ലെങ്കിൽ വെസൽ ഓഫ് ഓണർ എന്നാണ്. അതായത് ദൈവകരങ്ങളിൽ ഒരു മാനപാത്രമായി മാറുക. നോക്കിക്കേ, എന്തൊരർത്ഥവത്താണ്. ദൈവം നമ്മളെ കരങ്ങളിൽ എടുത്താൽ നമ്മളവിടെ ദൈവത്തിൻ്റെ മാന്യതയെ നമ്മൾ വഹിക്കുന്നവരായും
ദൈവത്തിൻ്റെ മഹത്വത്തിന് തത്തുല്യമായ ആ മഹത്വത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു മനുഷ്യനും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഒരു ഉപയോഗമാണ് ദൈവം കരങ്ങളിൽ എടുത്താൽ. അപ്പം ദൈവം അല്ലെങ്കിൽ അപ്പം ഈ ഉടമസ്ഥൻ കരങ്ങളിൽ എടുക്കണമെങ്കിൽ ആ വാക്യത്തിൻ്റെ 2 ട്രാൻസ്ലേഷൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കുക. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ആണ് എനിക്ക് കുറച്ചുകൂടെ ഞാനിത് വായിച്ചത്. കാരണം ദൈവവചന പഠനത്തിൽ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് കുറച്ചുകൂടെ അർത്ഥവത്തായിട്ട് തോന്നി. 2 ട്രാൻസ്ലേഷൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഒന്നാമത്തെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് BSB എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷനാണ്. ധാരാളം ട്രാൻസ്ലേഷൻസ് ഇംഗ്ലീഷിൽ നമുക്കറിയാം. NIV, NRSV, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻസ്, അതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കിക്കൊള്ളുക. പക്ഷെ എനിക്ക് പ്രധാനമെന്ന് തോന്നിയ 2 ട്രാൻസ്ലേഷൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൽ ഒന്ന് BSB ആണ്. ശ്രദ്ധിക്കുക. ഇഫ് എനി വൺ ക്ലെൻസസ് ഹിംസെൽഫ് ഓഫ് വാട്ട് ഈസ് അൺഫിറ്റ്, ഹീ വിൽ ബി എ വെസൽ ഫോർ ഓണർ. രണ്ടാമത്തേത് ESV, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. ഇഫ് എനി വൺ ക്ലെൻസസ് വാട്ട് ഈസ് dishonorable, he will be vessel for honorable use, set apart as holy, useful to the master. Praise the Lord. Set apart for holy, useful to the master. അപ്പം ശരിക്കും യജമാനൻ്റെ കൈകളിൽ മഹത്വത്തോടെ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തേത് ക്ലെൻസിങ് us from what is dishonorable, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിൻ്റെ മുമ്പിൽ അവജ്ഞയായിട്ടുള്ള സകലതിൽ നിന്നും നമ്മളെ വെടിപ്പാക്കുക. 2, നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കുക. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് പാപത്തിൽ നിന്നുള്ള വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവേഷ്ടപ്രകാരം നമ്മളൊരു പാത്രമായി മാറുമ്പോൾ ആ പാത്രങ്ങളാകുന്ന നമ്മളെ യജമാനനായ കർത്താവ് തൻ്റെ സമയത്ത് തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, ഞാനീ പറയുന്നത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉപേക്ഷിക്കുക എന്നുള്ളതാണ്, ഇവയെ വെടിപ്പാക്കുക എന്നുള്ള ഒരു പദമാണ്. അപ്പോൾ സത്യത്തിൽ ഇവയിൽ നിന്ന് നമ്മൾ വെടിപ്പാക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തിൽ നിന്നെല്ലാമാണ് നമ്മൾ വെടിപ്പാക്കേണ്ടുന്നത്? 4 കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വെടിപ്പാക്കണം. അതുകൂടെ പറയാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ദൈവം ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 4 കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഇവിടെ പറയുന്ന 4 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തേത് 14-ാമത്തെ വാക്യമാണ്. 14-ാമത്തെ വാക്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മറിച്ച് കളയുന്ന വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. വാഗ്വാദങ്ങൾ, സത്യത്തിൽ ഇവിടെ വാഗ്വാദം എന്ന് പറയുന്നത് പുതിയ നിയമ ഉപദേശവുമായി പൊരുത്തപ്പെട്ടു പോകാത്ത തർക്കങ്ങളൊന്നുണ്ടായിരുന്നു. പുനരുത്ഥാനം കഴിഞ്ഞുപോയി, അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ. ഇന്നും ഞാൻ പറയട്ടെ, നമ്മൾ ഈ തർക്കത്തിലും വാഗ്വാദത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും അഭിപ്രായം പറയാനും ഒക്കെ പോയാൽ നമ്മുടെ നാവ് നഷ്ടപ്പെടുത്തുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്നും ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരിൽ നിന്നുമൊക്കെ നമ്മൾ മാറി അതിനൊന്നും പിടികൊടുക്കാതെ തർക്കിക്കാൻ നമ്മൾ പോകാതെ, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കുക. തർക്ക സ്വഭാവങ്ങൾ, കോപ സ്വഭാവങ്ങൾ നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തേത്, വാഗ്വാദം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് 16-ാമത്തെ വാക്യമാണ്. ഭക്തിവിരുദ്ധമായ വ്രതാലാപനങ്ങളെ ഒഴിഞ്ഞിരിക്കുക. അങ്ങനെയുള്ളവർക്ക് അഭക്തി മുതിർന്നു വരും. അപ്പം ഈ നമ്മുടെ അനുഗ്രഹം ഏറ്റവും അധികം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ നാവാണ്. നമ്മുടെ നാവിൽ പൊട്ടച്ചൊല്ലുകൾ, വ്രതാലാപനങ്ങൾ, യൂസ്ലെസ് ടോക്കുകൾ, പിന്നെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതായത് ഈ സെക്ഷൽ ടോക്കുകൾ. ചിലർ എന്താ പറയുന്നത്, അവർക്കൊരു മസാല ചേർത്തുള്ള വർത്തമാനം പറയുന്ന ആളുകളുണ്ട്. അപ്പം നമ്മളറിയാതെ ഇതെല്ലാം നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളോട് ദൈവാത്മാവ് എവിടെയാണ് ഇടപെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായിട്ടുള്ള പൊട്ടച്ചൊല്ലുകൾ, കളിവാക്കുകൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതെല്ലാം നമ്മൾ
ഉപേക്ഷിച്ച് കളയുക. കാരണം നമ്മുടെ നാവിൽ ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് അതുപോലെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ബാക്കി വാക്യങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുക. നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെയായിത്തീരും. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, യൗവനമോഹങ്ങളെ വിട്ട് ഓടുക. എന്താണ് സത്യത്തിൽ യൗവനമോഹങ്ങൾ? ലസ്റ്റ് ഓഫ് യൂത്ത് എന്നാണ് അല്ലേ, അങ്ങനെയാണ് ആ വാക്യത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ഫ്ലീ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ് എന്നാണ്. അതായത് യൗവനത്തിൻ്റെ മോഹങ്ങൾ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആത്മീയരായ കുടുംബങ്ങളിൽ നിന്നുള്ളവർ പോലും വളരെ സങ്കടത്തോടും വേദനയോടും കൂടെ എനിക്ക് മെസ്സേജ് അയച്ചു. എന്താണ് കാര്യമെന്നറിയാമോ? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിശ്വസ്തതയില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ കാര്യമാണ്. അല്ല, അങ്ങനെയുള്ളവരെ എങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും? കുടുംബജീവിതത്തിൽ വിശ്വസ്തരാകുക, അതായത് നമ്മുടെ കുടുംബജീവിതത്തിനപ്പുറത്ത് മറ്റാരെങ്കിലുമായിട്ട് ഒരു മെസ്സേജ് അയച്ച്, അല്ലെങ്കിൽ നമുക്ക് തെറ്റായ ഒരു മെസ്സേജ് ആരെങ്കിലും വന്നാൽ തന്നെ നമ്മുടെ ഫാമിലി അത് അറിയിക്കുക, അതൊരു മിനിമം കാര്യമാണത്. അപ്പം നമ്മുടെ ഫാമിലി ലൈഫിൽ മൂന്നാമത്തെ ഒരാൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. എത്രയോ ആത്മീക നിലവാരത്തിൽ നിൽക്കുന്നവർ പോലും അവരുടെ മോറൽ സൈഡ് വീക്കായിട്ടുള്ള സങ്കടത്തോടെ അവരുടെ ആളുകൾ വിളിച്ച് അല്ലെങ്കിൽ പറഞ്ഞ്, അവർ പുറലോകം ഇതൊന്നും അറിയത്തില്ല. പ്രസംഗിക്കുന്നവർക്കോ കാണുന്നവർക്കോ പ്രാർത്ഥിക്കുന്നവർക്കോ ഒന്നും ഈ കാര്യം അറിയില്ല. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായ ദൈവം ഒരു സ്ത്രീയെ തെറ്റായ ഉദ്ദേശത്തോടു കൂടി അവളെ നോക്കിയാൽ പോലും അത് വ്യഭിചാരമെന്ന് പഠിപ്പിച്ച ന്യൂ ടെസ്റ്റ്മെൻറ്റ് ടീച്ചിങ്, അല്ലെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീര്. അപ്പം എത്ര ഗൗരവമായിട്ടാണ് നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ കാണേണ്ടുന്നത്. മൂത്ത സഹോദരിമാരെ അമ്മമാരെ പോലെ, ഇളയ സഹോദരിമാരെ പെങ്ങന്മാരെ പോലെ കാണണം. ആ കണ്ണിലാണ് നമ്മൾ കാണേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ ഈ യൗവനത്തിൻ്റെ മോഹങ്ങൾ, ഈ യൗവനമോഹം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭാഗമല്ല, ഇതൊരു വലിയൊരു വൈഡ് ഏരിയയാണത്. അപ്പം ഇത്തരത്തിലുള്ള ഈ യൗവനത്തിൻ്റെ മോഹങ്ങൾ, പാപത്തിൻ്റെ മോഹങ്ങൾ, പലരും അവരുടെ രഹസ്യ ജീവിതത്തിൽ പല പാപങ്ങളിലും അവർ ബന്ധനസ്ഥരായി കിടക്കുകയാണ്. പുറമേ നോക്കുമ്പം ആർക്കും ഇത് കാണാൻ പറ്റത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള രഹസ്യ പാപങ്ങൾ ആ വ്യക്തി അറിയാതെ ദൈവകൃപയെ നഷ്ടപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവായതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായൊരു നിറവും പൂർണ്ണമായൊരു അനുഭവവും അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. ഞാൻ ഈ ആത്മനിറവിലേക്ക് വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ പാപബോധമായിരുന്നു. നമ്മൾ തെറ്റല്ലെന്നും നമ്മൾ മാനുഷികമായിട്ട് ന്യായീകരിക്കുന്ന പല കാര്യങ്ങളും പിന്നീടാണ് തെറ്റാണെന്ന് മനസ്സിലാക്കിയത്. നമ്മൾ ഇതിനെ രണ്ടിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. ശുദ്ധീകരണം പ്രാപിക്കുന്നു, ഏറ്റുപറയുന്നു, പിന്നെയും പഴയത് ചെയ്യുന്നു, വീണ്ടും ശുദ്ധീകരണം പ്രാപിക്കുന്നു, വീണ്ടും പഴയത് ചെയ്യുന്നു. ഒരു സൈക്കിള് പോലെ ഇതിൻ്റെ അകത്ത് കിടക്കുക. തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല അതിൽ നിന്ന്. അത് പറ്റാത്തതിൻ്റെ കാരണം അതിന് വില കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിനൊരു വില കൊടുക്കണം. കാരണം പാപം പാപിയെ ബന്ധനസ്ഥനാക്കിയാണ്. പാപത്തിൻ്റെ സുഖങ്ങൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതൊരു താൽക്കാലികമായ സുഖം ഒരു വ്യക്തിക്ക് തന്നിട്ട് അവനെ എന്നേക്കുമായിട്ട് അതിൽ നിന്ന് പുറത്തു വരാതാക്കും. ഇത് ഭയങ്കര രസകരമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ. എന്നാൽ അതീവ ഗൗരവമായൊരു വിഷയമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാപം അതിൻ്റെ സുഖം കാണിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ അതിലേക്കാക്കും, നമ്മളതിൽ പെടും. രക്ഷപ്പെടാൻ ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം. അഥവാ ഇൻ കേസ് അവൻ രക്ഷപ്പെട്ടാലും അവനെ കുറ്റബോധത്തിൽ തളച്ചിടും. ദൈവമുമ്പിൽ എന്നും ആ കുറ്റബോധത്തിൽ ആ വ്യക്തി ജീവിക്കും. ഇതൊരു ഭയങ്കര പൈശാചിക തന്ത്രമാണിത്. ശരിക്കും ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണിത്. അതുകൊണ്ടാണ് യൗവന മോഹങ്ങളെ വിട്ട് ഓടണമെന്ന് പറയുന്നത്. പിന്നീട് ഈ കുറ്റബോധങ്ങളൊക്കെ മാറി ആ ഒരു പഴയ നിലവാരത്തിലേക്ക് ഒരു വ്യക്തി എത്തണമെങ്കിൽ ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്ക് ആ വ്യക്തി വിധേയനായി തീരണം. കാരണം പാപം ഒരു മനുഷ്യൻ്റെ കണ്ണുകളെ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ, സ്വപ്നങ്ങളെ പോലും അത് ബാധിക്കും. അതെന്താ ദൈവദാസനെ?
സ്വപ്നങ്ങളെ പോലും ബാധിക്കുമെന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും. ഒരു പാപത്തിലേക്ക് ഒരു വ്യക്തി അകപ്പെട്ടു പോയാൽ പിന്നീട് ആ വ്യക്തി പ്രാർത്ഥിച്ചുയരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലൈംഗികമായ സ്വപ്നങ്ങൾ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അത് വരുമ്പോൾ പിന്നീട് ഡിസ്റ്റർബ്ഡ് ആവും, പ്രാർത്ഥിക്കാൻ പറ്റാതാവും, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതാകും. കാരണം ഇതാണ് അതിൻ്റെ കാരണം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആളുകളൊക്കെ എന്നെ ഈ ഒരു കാര്യത്തിൽ വിളിച്ചു. അവരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ദൈവം തന്ന ആലോചനയനുസരിച്ച്. അപ്പം അത് സത്യമാണ്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നമ്മുടെ ഈ ഒരു വിശുദ്ധമായ ശുശ്രൂഷയുടെ ആത്മീക അന്തരീക്ഷത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്? ഇതൊരു നിസ്സാരമായൊരു കാര്യമല്ലിത്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മളിതിനെ കണക്കാക്കണം. ഇതൊരു ചെയിനാണ്, ശരിക്കും ഇതൊരു ചെയിനാണ്. അതായത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ദാവീദ് ബേർശേബ ഒന്ന് നോക്കിയതേ ഉള്ളൂ, പക്ഷേ പിന്നെ 5 തൊട്ട് 10 വരെയുള്ള സകല കൽപ്പനകളിൽ ലംഘിച്ചു. അത്രയ്ക്ക് ഗുരുതരമാണ് പാപമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ ഈ നമ്മുടെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഞാൻ അവരോട് പറയാറുണ്ട്, നോ പറയേണ്ട സ്ഥലങ്ങളിൽ ആദ്യമേ നോ പറയണം. ഇപ്പോൾ പലയിടത്തും എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരുത്തനോട് സ്നേഹമാണെന്ന് ധരിച്ച് സ്നേഹം തോന്നും. അപ്പം ഓക്കെ, എനിക്കിഷ്ടമാണ്, എനിക്ക് സ്നേഹമെന്നൊക്കെ പറയും. ചിലപ്പം ആ ഒരു താൽക്കാലികമായ ബലഹീനതയിൽ ഇവർ പറയുന്നതാണ്. പക്ഷേ അവൻ പിന്നീട് ഒരു സെൽഫി എടുക്കും, കൂടിയിരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന ഫോട്ടോ എടുക്കും. അവനത് കുറച്ച് കഴിയുമ്പോൾ ഇവൾ പറ്റിയത് അബദ്ധമാണല്ലോ എന്ന് മനസ്സിലാക്കി മാറാൻ ശ്രമിക്കുമ്പോൾ ഈ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തും, ഇൻസ്റ്റാഗ്രാമിലിടും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഉണ്ടോ? ഭയങ്കരമാണ്. ഇത് ശരിക്കും ഒരു വ്യക്തികൾ ചെയ്യുന്നെങ്കിൽ പിശാചും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, യൗവന മോഹങ്ങളെ വിട്ട് ഓടുക. ആരോടാണിത് പറഞ്ഞത്? തിമോത്തിയോസിനോടാണ് പറയുന്നത്. തിമോത്തിയോസ് ആരാ? എഫെസോസ് സഭയുടെ ബിഷപ്പാണ്. അദ്ദേഹത്തോടാണ് പറയുന്നത് യൗവന മോഹങ്ങളെ വിട്ട് ഓടണമെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കും, ഇപ്പോൾ 10 കൊല്ലമായി 20 കൊല്ലമായി ദൈവസന്നിധിയിൽ, ഇനി നമ്മൾ ഒരിക്കലും വീഴില്ല. അത് തന്നെയാണ് പ്രശ്നം. ഏത് സമയത്തും വീഴാൻ സാധ്യതയുണ്ട്, അത് മനസ്സിലാക്കണം. ഏത് സമയത്തും നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടും, ഏത് സമയത്തും നമ്മളുടെ തിളക്കം നഷ്ടപ്പെടും. മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പറഞ്ഞത്, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണ് തകർന്നീ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ വീണവരിൽ വീരപുമാൻകരിൽ. അപ്പം അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. യാഹേ നീ എൻ ദൈവം. പ്രിയപ്പെട്ടവരെ, പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ അന്ത്യത്തോളം ഉറച്ചു നിൽക്കാനുള്ള വലിയ കൃപ കർത്താവ് തരണം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നും വീഴത്തില്ല എന്ന് പറയാൻ കാരണം ദൈവസന്നിധി അത്ര ബലഹീനവുമല്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടുണ്ട് കേട്ടോ. നമ്മളോട് സ്വപ്നങ്ങളിലൂടെ ദൈവദാസന്മാരിലൂടെ ഒക്കെ വാണിങ്ങൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വാണിങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെ നമ്മൾ അവഗണിക്കരുത്. ഈ വീഴുന്നത് ഈ അവഗണിച്ചുകൊണ്ട് പോകുന്നൊരു പോക്കാണ്, അല്ലാതെ അങ്ങനെയൊന്നും വീഴില്ല. കാരണം ഈ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നല്ലോ, സകല സത്യത്തിലും വഴി നടത്തുമെന്നൊക്കെ പറയുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ അത്രയും ശക്തമാണെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും അത്രയ്ക്ക് വലിയതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതാണ് മൂന്നാമത്തേത്, യൗവനമോഹങ്ങളെ വിട്ട് ഓടുക. നാലാമത്തേത് 23-ാമത്തെ വാക്യമാണ്. ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു. അതായത് അവോയ്ഡ് ഫൂളിഷ് ആൻഡ് ഇഗ്നോറൻറ്റ് സ്പെക്കുലേഷൻസ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയാം, എന്നേക്കാൾ നന്നായി ഒത്തിരി US മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള ഡോക്ടേഴ്സ് വരെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്പെക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിഗമനങ്ങളാണ്, അതായത് അടിസ്ഥാനമില്ലാത്ത ഊഹാപോഹങ്ങൾ. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത ഊഹാപോഹങ്ങളിൽ നിന്നുള്ള തർക്കങ്ങൾ. നമുക്കങ്ങ് തോന്നുക ഓരോ കാര്യങ്ങൾ, പിന്നെ നമ്മളങ്ങ് തർക്കിക്കുക. വീടുകളിൽ തർക്കം, ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയില്ല. ചുമ്മാ ഇരിക്കുമ്പോൾ ഭർത്താവിന് തോന്നുമോ ഭാര്യയ്ക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല, ഭാര്യയ്ക്ക് തോന്നുമോ വച്ചാൻ ഇപ്പോൾ പഴയതുപോലെ സ്നേഹമില്ല. വെറുതെ തോന്നുമോ? ഈ തോന്നലുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഓരോ തർക്കങ്ങൾ, ഈ തർക്കം ശണ്ട ജനിപ്പിക്കും. കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു കാര്യം ഓർക്കണം, ഒരിക്കലും
നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയത്തില്ല. ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുക, ഒന്നിച്ച് മുമ്പോട്ട് പോവുക, ഐക്യതയിൽ മുമ്പോട്ട് പോവുക, ദൈവസ്നേഹത്തിൽ മുമ്പോട്ട് പോവുക, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം. പക്ഷേ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. നമ്മുടെ ജീവിതവുമായിട്ട് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇത് ഈ തിയോളജിക്കൽ ഈ ഡിബേറ്റുകൾ പോലെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം പുനരുദ്ധാനം കഴിഞ്ഞുപോയി, ധാരാളം പഠിപ്പീരുകൾ, നോസ്റ്റിസിസം, അങ്ങനെയൊക്കെയുള്ള പഠിപ്പീരുകളൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നൊന്ന് മാറി ഇതൊരു വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ശണ്ട ജനിപ്പിക്കും എന്നുള്ളതാണ്. ശണ്ട, ഒത്തിരി തർക്കവും ഒത്തിരി വഴക്കും ഒക്കെ ഉള്ളിടത്ത് പ്രാർത്ഥിച്ചുയരാൻ പറ്റില്ല. അവിടെ എന്നും ശണ്ടയും കലഹവും ഒക്കെ ആയിരിക്കും. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ വാക്യം ഒന്നുകൂടെ മനസ്സിലിരിക്കുക. കൂടുതലായി ദൈവം തരുന്ന ആലോചനകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. നമുക്ക് സ്വയം നമ്മളെ തന്നെ ഒന്ന് വെടിപ്പാക്കാം. ഒരു മാനപാത്രമായി, വെസൽ ഓഫ് ഓണർ. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളിൽ മഹത്വമുള്ള പാത്രങ്ങളായി നമ്മളെ കാണുന്നവർ കർത്താവിൻ്റെ മഹത്വം കാണട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ചുറ്റുപാടുമുള്ളിടത്ത് ദൈവത്തിന് സ്തോത്രം കാണിക്കാനിടയായി തീരട്ടെ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ലോകത്തിൻ്റെ ഉപ്പാണെന്നൊക്കെ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ മലമേലിരിക്കുന്നൊരു പട്ടണമായി അനേകർ ഈ ഒരു ദൈവതേജസ്സും ദൈവസ്നേഹവും ഒക്കെ നമ്മളിലൂടെ ഓരോരുത്തരിലൂടെയും കാണട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളത് കാണട്ടെ. ദൈവത്തിന് സ്തോത്രം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലൊക്കെ ഉപയോഗിക്കട്ടെ. യജമാനന് കൊള്ളാവുന്ന മാനപാത്രങ്ങളായി. എനിക്ക് ആ വാക്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആ വാക്യവുമായിട്ട് കുറച്ച് സമയങ്ങളൊന്ന് ഇരിക്കുക, ദൈവത്തോട് പറയുക, എന്നോട് ഈ വാക്യത്തിലൂടെ സംസാരിക്കണം. ഭയങ്കര ഡീപ്പാണത്. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ? വെസൽ, യൂസ്ഫുൾ വെസൽ ഇൻ ദ ഹാൻഡ് ഓഫ് മാസ്റ്റർ ഫോർ ഗുഡ് വർക്ക്. നല്ല പ്രവർത്തികൾക്ക് വേണ്ടി യജമാനൻ്റെ കയ്യിൽ മാനപാത്രമായി തീരുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പരമപിതാവേ, ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവകൃപ അവരുടെ മേൽ പകരണമേ. ഞങ്ങളൊക്കെ ദൈവകരങ്ങളിൽ കൊള്ളാവുന്ന മാനപാത്രമായി തീരാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ വെടിപ്പാകേണ്ടുന്ന മേഖലകളിൽ വെടിപ്പാകുവാൻ, ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടുന്ന മേഖലകളിൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ പ്രത്യാശയോടെയും ദൈവകൃപയോടെയും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.